ടീച്ചേഴ്സ് നമ്മുടെ ഓഫർ ചുരിദാറിൻ്റെ ഒരു സ്പെഷ്യൽ സെക്ഷൻ, ചുരിദാർ മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഓഫറാണ്, കുറച്ച് ദിവസത്തേനും ഉണ്ടാവും. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ചിൽ കുറച്ച് തന്നെയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒത്തിരി നല്ല പ്രൈസ് റേഞ്ചിൽ റേറ്റ് ഒരുപാട് കുറഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ സ്വന്തമായിട്ട് മേടിക്കുകയും പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത്, ഇത് ഒരുപാട് പീസസ് ഒന്നും കാണില്ല, പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും. അപ്പോൾ അത് ഒരെണ്ണം പോയി എന്ന് വെച്ചിട്ട് ഒരെണ്ണമല്ല, ഒരു 3-4 ഇട്ട് നോക്കിയിട്ട് എല്ലാം സോൾഡ് ഔട്ട് കാണിക്കുമ്പം കുറേ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരാതി പറയാറുണ്ട്, അപ്പോൾ ഇല്ലാത്ത പിന്നെ എന്തിനാണ് ഇടുന്നതെന്ന്. ഇതെന്ന് വെച്ചാൽ ചിലതൊക്കെ 1 പീസ് 2 പീസൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി. ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഒരാളല്ലല്ലോ കാണുന്നത്, ഒരുപാട് പേര് ഒരുമിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് ഐറ്റം കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നവർക്കൊക്കെ സോൾഡ് ഔട്ട് കാണിക്കും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം. നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഇട്ട് നോക്കുന്ന പാട് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക് റിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് വിടുന്ന തന്നെ അതിന് സോൾഡ് ഔട്ട് ആണെങ്കിൽ സോൾഡ് ഔട്ട്, അല്ലെങ്കിൽ അവൈലബിലിറ്റി പെട്ടെന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇഷ്ടമുള്ളത് എല്ലാം കൂടി ഒരുമിച്ചിടരുത്, ഒരെണ്ണം അല്ലെങ്കിൽ 2 അങ്ങനെ മാത്രമേ ഇടാവുള്ളൂ. അതിന് ശേഷം അതിൻ്റെ അവൈലബിലിറ്റി കിട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത് ഇടാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് വെബ്സൈറ്റിലില്ല, ഇത്രയും ഐറ്റംസ് കാണിക്കുന്നുണ്ട്, എല്ലാം കൂടെ വെബ്സൈറ്റിലോട്ട് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വാട്സപ്പ് ഓർഡർ മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. ഇത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല, ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മൾ ഈ പറയുന്ന പ്രൈസ് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് കൂടെ അയക്കണം. പിന്നെ ഇൻ കേസ് നമ്മൾ ആ ഒരു ഓർഡർ ഐ ഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. മെസ്സേജസ് പിന്നെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചിലത് നമ്മൾ മിസ്സായി പോകും പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റിനും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിനും ഓർഡർ ഐ ഡി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ പീസിനായിട്ട് നമ്മൾ ഓർഡർ ഐ ഡി തിരിച്ചു തരും. അപ്പോൾ ആ ഒരു ഓർഡർ ഐ ഡി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുറേ നേരം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കുക, ഒരു വോയിസ് പോലെ ഇട്ട് വെച്ചേക്കുക, പേയ്മെൻറ്റ് ചെയ്തായിരുന്നു ഈ ഒരു ഐറ്റത്തിന് എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുക. ചിലപ്പോൾ അത് സോൾഡ് ഔട്ട് ആയി പോയെങ്കിൽ അടുത്ത് നോക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ തന്നെ ഒന്ന് നമുക്കത് കിട്ടിയോ എന്നുള്ളത് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. എന്തെങ്കിലും ഉണ്ടല്ലോ ഞാൻ പിന്നെ ഇടയ്ക്ക് പറഞ്ഞോളാം.